ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാറില്ല. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ദിവസം ഓരോരോ സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടക്കമില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് ഇടുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ചീരത്തണ്ടും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടൊരു തീയലാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത്. ചീരത്തണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അയ്യോ എന്താണെന്ന്. ചുമന്ന ചീരയുടെ തണ്ട്, ചീരയില കറി വെച്ചു ഞാൻ. അതിൻ്റെ തണ്ട് ഞാൻ കളഞ്ഞില്ല, അതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പണ്ട് എൻ്റെ അമ്മ ചെയ്തു തന്നാണ് എനിക്ക് നല്ലതായിട്ട് ഓർമ്മയുള്ളത്. ഈ ചീരയുടെ തണ്ട് അമ്മ പറയും ഒന്നും കളയാനുള്ള ഒരിതല്ല, ഇതൊക്കെ നല്ലതാ ശരീരത്തിന് എന്ന് പറഞ്ഞിട്ട് അമ്മ വച്ച് തരും. അന്നൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു അമ്മ ഇല്ലാത്തപ്പോഴാണ് അതിൻ്റെ ആ ഒരു വില അറിഞ്ഞത്. ഇപ്പം അത് ഞാൻ വെച്ച് ഞങ്ങളുടെ കുട്ടിക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഒരുപാട് ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു കറി ഞാൻ വയ്ക്കാൻ പോകുന്നത്. തീയൽ സാധാരണ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് തീയൽ വയ്ക്കുന്നത്. ഞാൻ അപ്പോൾ ഒന്ന് ചീരത്തണ്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വച്ചിട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുക ഇത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന്. അപ്പോൾ ചീരയുടെ ഇലയെക്കാട്ടിലും വിറ്റാമിൻ കൂടുതലാണ് ചീരയുടെ തണ്ടിന്. ഇതിപ്പോൾ എനിക്ക് റെഡ് കളർ ചുമന്ന ചീര കിട്ടിയോണ്ടാണ്. ഇനി വെള്ള ചീരയുടെ തണ്ട് വെച്ചിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇതേ മസാല വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ് ചീരയുടെ തണ്ട് വെച്ചിട്ട് തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. തമിഴ് ഫ്രണ്ട്സുണ്ട്, അപ്പോൾ അവർക്ക് എൻ്റെ ഈ ഭാഷ മനസ്സിലാവത്തില്ലായിരിക്കും. അപ്പോൾ ചീര എന്താന്ന് അതുകൊണ്ട് ഞാൻ പറയുന്ന തണ്ടുകീര, വെള്ള തണ്ടുകീര, റെഡ് തണ്ടുകീര, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇത് തണ്ടുകീരയുടെ പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ ഇന്ന് ചെയ്യുന്നത്. ഇത് തമിഴുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ നമ്മുടെ മലയാളത്തിലുള്ള ആ ഒരു ഇത് മനസ്സിലാവുന്നില്ല. മലയാളിക്കാർക്ക് നമുക്കെല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇത് തമിഴ് ഒരുപാട് ഫ്രണ്ട്സ് ഈ എൻ്റെ ഒരു ചാനൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. തണ്ട് കീര, അതിൻ്റെ തണ്ടാണ് ഞാൻ എടുത്തിട്ട് തീയൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പീസും ചിന്ന ഉള്ളി, ചെറിയ വെങ്കായം, ചിന്ന വെങ്കായം എന്ന് പറയും അത്. പക്ഷേ ഇത് നമ്മൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വലിയ ഉള്ളി ഇട്ടിട്ട് പെരിയ വെങ്കായം പൊട്ട് ചെയ്താൽ நல்லா இருக்காது. இது சின்ன வெங்காயம் போட்டு செய்தால் தான் நல்ல டேஸ்ட்டாக இருக்கும். நீங்களும் செய்து பாருங்கோ. ഇത് ഓക്കെ. ഇതാണ് റെഡ് കളർ ചീരത്തണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്, അത് 4ആയിട്ട് കീറിയെടുത്തതാണ്. ഇനി ഇതിനാവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലൊന്ന് ചൂടായി വരുമ്പോൾ ഈ തേങ്ങ അതിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു കറിക്ക് ആവശ്യമുള്ള തേങ്ങ അത്ര എടുത്ത് ഞാനിതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലവണ്ണം വറുത്തെടുക്കണം ഇതിനെ. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇതൊക്കെ കാണാനായിട്ട് താരക്കുട്ടിയുണ്ട്, ഡോറക്കുട്ടിയുണ്ട്. ഡോറ അതിൻ്റെ ഇടയിൽ കൂടെ എത്തി നോക്കുക. ഇതിപ്പോൾ തേങ്ങ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇടാം. കുരുമുളക് ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കുക. ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഒരു 4 പീസ് ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിലിടുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് ചെയ്യാവൂ, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അത് ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ വേണ്ടിയത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1-1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഞാനൊരു 1 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കിയിടും. നല്ല മെറൂൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഈ ചെറിയ ഉള്ളിയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതും കൂടെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന നേരത്ത് നമുക്ക് ഇതൊന്ന് ഈ മസാലയൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേനും ഇതൊന്ന് നല്ലതായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചീരയുടെ തണ്ടെല്ലാം നല്ലതായിട്ട് ഇറങ്ങി അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കുവാനാണ്. ആദ്യം കുറച്ച് കടുകിടണം. പിന്നെ അതിൽ കാഞ്ഞ മുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, താളിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതൊന്ന് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൽ കുറച്ച് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പെടുത്ത് അതിലോട്ട് ഒഴിക്കണം. ഇതിപ്പം
ഉള്ളിയും ചീരത്തണ്ടും കൂടെ ഞാൻ അതിലോട്ടിട്ടു. എന്നിട്ടാണ് അരപ്പൊഴിച്ചത്. ഇനി വേണ്ടിയത് കുറച്ച് പുളിയാണ്. പുളി ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ പിഴിഞ്ഞൊഴിക്കണം അതിലോട്ട്. എന്നിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന്, നിങ്ങൾക്ക് പാകത്തിന് മാത്രമേ ഉപ്പൊഴിക്കാവൂ. ഇത് പിഴിയണ പുളിയാണ്, അതും ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഈ തീയലിലോട്ട്. ഈ പുളിയും കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കി, നല്ലവണ്ണം ഒന്ന് ചൂടായി തിളച്ചൊന്ന് വരണം. തിളച്ച് നല്ല കുറുകി നല്ല ടേസ്റ്റാണ് ഈ കറി. നല്ലൊരു പാകത്തിന് വരുന്നുണ്ട്, നല്ല വിറ്റാമിനും കൂടെയാണ്. ഇതൊരു ബൗളിലോട്ട് ഞാൻ സെർവ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കളറ്. ഓക്കെ.